ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു പോറലേറ്റാൽ പോലും മാതാപിതാക്കൾക്ക് അത് സഹിക്കാനാവില്ല. എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞിനെ കാണാതാവുക എന്നത് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാനാവില്ല. അത്തരത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ അനുഭവമാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 7 വയസ്സുള്ളപ്പോഴാണ് ആ പെൺകുട്ടിയെ നഷ്ടപ്പെടുന്നത്. 7-ാം വയസ്സിൽ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ 16-ാം വയസ്സിലാണ് തിരികെ കിട്ടിയത്. 9 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ഒരു അപൂർവ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു സമാഗമം എന്നാണ് ഇതിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2 സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കുമൊപ്പം അന്തേരിയിലെ ഒരു ചെറിയ പ്രദേശത്താണ് പൂജ എന്ന 7 വയസ്സുകാരി താമസിച്ചിരുന്നത്. സ്നേഹനിധിയായ മാതാപിതാക്കൾക്കൊപ്പം സുന്ദരിയായ ഈ 7 വയസ്സുകാരി സന്തോഷത്തോടൊപ്പം ജീവിച്ചു പോരുകയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ആ 7 വയസ്സുകാരിയെ കാണാതായ വാർത്ത പരക്കുന്നത്. അന്ന് ആ സഹോദരനോടൊപ്പം സ്കൂളിൽ പോയതായിരുന്നു പൂജ. എന്നാൽ സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ ഇരുവരും തമ്മിൽ ചെറിയ വഴക്കുണ്ടാവുകയും സഹോദരൻ മുന്നിൽ നടന്നു പോവുകയും ചെയ്തു. പിന്നീട് പൂജ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ഒരു ദമ്പതികൾ പൂജയുടെ അടുത്തേക്ക് എത്തുന്നത്. തുടർന്ന് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇരുവരും കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇവരുടെ വീടിനടുത്തുള്ള പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ഹാരി ഡിസൂസയും ഭാര്യ സിനിയുമായിരുന്നു അത്. ഇരുവർക്കും സ്വന്തമായി കുട്ടികളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പൂജയെ തട്ടിക്കൊണ്ടു പോയത് എന്നാണ് പറയുന്നത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയ ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് കണ്ടതോടെ ഇവർ കർണാടകയിലെ റായ്ചൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയായിരുന്നു. പൂജ എന്ന പേര് മാറ്റി മറ്റൊരു പേരാക്കി സ്കൂളിലേക്കും കുട്ടിയെ പറഞ്ഞയച്ചിരുന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം ദമ്പതികൾക്ക് മറ്റൊരു കുഞ്ഞ് പിറന്നതോടെയാണ് എല്ലാം മാറിമറിയുന്നത്. കുഞ്ഞു ജനിച്ച ശേഷം ഇവർ പൂജയുടെ പഠനം അവസാനിപ്പിക്കുകയും എല്ലാവരും ഒരുമിച്ച് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തു. ദമ്പതികൾക്ക് മറ്റൊരു കുഞ്ഞ് പിറന്നതോടുകൂടി ഒട്ടും തന്നെ പൂജയോട് അവർ മനസ്സലിവ് കാണിച്ചില്ല. പിന്നീട് കുഞ്ഞിനെ നോക്കുന്നതായിരുന്നു പൂജയുടെ ജോലി. പിന്നീട് ക്രൂര പീഡനങ്ങൾക്കാണ് തനിക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് പൂജ പോലീസിനോട് പറഞ്ഞത്. അവർ തന്നെ ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. കൂടാതെ വീട്ടിലെ ജോലികൾ എല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പൂജ പറഞ്ഞത്. 4 വർഷത്തോളം അവിടെ താമസിക്കുകയും അതിനുശേഷം പെൺകുട്ടിയുടെ കുടുംബം താമസിച്ചു വന്നിരുന്ന അന്തേരിയിലെ ഗിൽബർട്ട് ഏരിയയിലേക്ക് ഇവർ താമസം മാറുകയും ചെയ്തു. വർഷങ്ങൾ പിന്നിട്ടതിനാൽ പെൺകുട്ടിയെ ആരും തിരിച്ചറിയില്ലെന്ന് ഇവർ കരുതി. കൂടാതെ പ്രദേശവാസികളുമായി സംസാരിക്കാൻ ഇവർ പൂജയെ അനുവദിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഇവർ നിർബന്ധിച്ച് പൂജയെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. തൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും വീട്ടിലേക്കുള്ള വഴിയോ ഒന്നും തന്നെ പൂജയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. തൻ്റെ പേര് പൂജ എന്ന് മാത്രം അവൾക്കറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദമ്പതികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പൂജ അവരുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി യൂട്യൂബിൽ തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ പരാമർശിക്കുന്ന വീഡിയോകളും പോസ്റ്ററുകളും എല്ലാം പൂജ കാണാനിടയാകുന്നത്. തുടർന്ന് സഹായത്തിനായി വിളിക്കാനുള്ള നമ്പറും പൂജ ഗൂഗിളിന്റെ സഹായത്തോടെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ പൂജയ്ക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ ഭയമായിരുന്നു. വീട്ടുകാരുടെ വിലക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ നോക്കുന്ന സ്ഥാപനത്തിലെ ജോലിക്കാരിയായ പ്രമീളയോട് പോലും സംസാരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമാണ് പൂജ ഈ സംഭവം പ്രമീളയോട് പറയുന്നത്. സംഭവം അറിഞ്ഞ പ്രമീള ഉടനെ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു. കാണാതായ പോസ്റ്ററിലെ നമ്പറിലെ 1 പൂജയുടെ പിതാവിന്റെ അയൽവാസിയായ റഫീഖിൻ്റെതായിരുന്നു. ഇതിലേക്കാണ് ഇവർ ആദ്യം വിളിച്ചത്. തുടർന്ന് ഇരുവരും ആദ്യം വീഡിയോ കോളിൽ സംസാരിക്കുകയും പിന്നീട് നേരിൽ കാണുകയും ചെയ്തു. മകളിൽ തനിക്കറിയാവുന്നത് ജന്മനാൽ ഉള്ള ഒരു അടയാളം മാത്രമാണെന്നും പരിശോധനയിൽ അത് കണ്ടെത്തിയപ്പോൾ വികാരാധീനയായെന്നുമായിരുന്നു പൂജയുടെ അമ്മ പറഞ്ഞത്. തുടർന്ന് ബന്ധുക്കളെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പിന്നീട് പൂജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാരി ഡിസൂസിനെയും ഭാര്യ സിനിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ശാരീരിക പീഡനം, ബാലവേല നിയമങ്ങളുടെ ലംഘനം എന്നിവ പ്രതികൾക്ക് നേരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
തുടർന്ന് സ്വന്തം വീട്ടിലേക്കുള്ള പൂജയുടെ മടക്കം. അവളുടെ വീട്ടുകാർക്ക് മാത്രമല്ല, അവളെ അറിയാവുന്ന എല്ലാവർക്കും അത് വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. വീട്ടിലേക്ക് എത്തുന്ന പൂജയെ കാണാനായി നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ അമ്മ മകളുമായി നഷ്ടപ്പെട്ട വർഷങ്ങൾ നികത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ എല്ലാം പാകം ചെയ്തു കൊടുത്തും അവളെ പരിപാലിച്ചുമെല്ലാം അമ്മ പൂജയ്ക്കൊപ്പം തന്നെ കഴിഞ്ഞുകൂടി. പക്ഷേ ഇവരുടെ ജീവിതം ഇപ്പോഴും കഠിനം തന്നെയാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന പൂജയുടെ അച്ഛൻ ക്യാൻസർ ബാധിച്ച് 4 മാസങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു. സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ലഘുഭക്ഷണം വിൽക്കുന്ന ജോലി ചെയ്താണ് ഇവരുടെ അമ്മ ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. ഒരുപാട് പഠിക്കണമെന്നും തൻ്റെ അമ്മയെ സാമ്പത്തികമായി സഹായിക്കണമെന്നുമെല്ലാം പൂജയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇനി അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് താനെന്നുമാണ് പൂജ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.